നമസ്കാരം, ദിസ് ഈസ് സഫ്ലീന. നമ്മുടെ ചുറ്റിലും നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളെ കാണാൻ കഴിയും. എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്തെല്ലാം അവസരങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ കിടക്കുന്ന ഒരു വിഭാഗം. സോ ഇത്തരം ഫെയിലിയേഴ്സിന് പുറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുണ്ട്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സോ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ യൂഷ്വലി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിവുകളുണ്ട്, ആ കഴിവുകൾ മാത്രമാണ്, അതിനെ നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരു മാറ്റവും അതിൽ തന്നെ വരുത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കും. മാത്രമല്ല അവരെന്താണോ, എന്ത് പൊസിഷനാണോ അതിൽ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ചലഞ്ചസ് ഏറ്റെടുക്കാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇൻ കേസ് ഫെയിൽ ആയാൽ മറ്റുള്ളവർ അഭിമുഖീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും അതിന് ട്രൈ ചെയ്യാൻ പോലും ശ്രമിക്കാറില്ല. എന്നാൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, ഒരുപാട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് ഒബ്സ്റ്റക്കിൾസ് അവരുടെ മുന്നിൽ വന്ന് നിന്നാലും അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് പോവാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഉള്ളിൽ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും ഉണ്ട്. ഇത് ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. സോ തീർച്ചയായിട്ടും ഈ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്ത് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം നമുക്കൊരു വാതിൽ തുറന്നു തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.